ഞാൻ അതിനൊരു ടിക്കറ്റ് എടുത്ത് നോക്കാൻ എൻട്രി ഞങ്ങൾ വിടാം. അങ്ങനെ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, നമ്മുടെ ഒരുപാട് ഉള്ളില് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് മുഖത്തും എല്ലാം മൊത്തത്തിൽ ഫീൽ ചെയ്യും. ശരിയാണോ അല്ലേ? നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലോ നിങ്ങൾ നല്ല ചിരിച്ചിരിക്കും അല്ലേ? നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും അല്ലേ? ആ, നിങ്ങളൊരു കോടീശ്വരനാണെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? പരിചയപ്പെടുത്തിയ പേര് മുഹമ്മദ് ഇലിയാസ്, തൊട്ടടുത്ത് ഭയങ്കര സ്വദേശിയാണ്. ബിഫോർ ഇൻഡസ്ട്രി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായിട്ടുള്ള ജക്കരിയിലൂടെയാണ് ഈ ഒരു അവസരത്തിൽ കടന്നു വരാനൊരു ഭാഗ്യം കിട്ടിയത്. ഇന്ന് ഇവിടുന്ന് സംസാരിക്കുമ്പോൾ വളരെ വിവാഹ ഫാമിലിയുടെ കൂടെ നിന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു എക്സൈറ്റ്മെന്റ് ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ മാസം രണ്ടാമത്തെ ഫൗണ്ടേഷൻ ടൈം കൊണ്ടാണ് നടക്കുന്നത്. ഒന്ന് കാലിക്കറ്റ് കഴിഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഈ ഒരു ഫൗണ്ടേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടീം ജീവാനന്ദന്റെ ലേബലിൽ ഒരൊറ്റ ഫൗണ്ടേഷൻ ടൈം കൊണ്ട് അടിക്കാൻ പറ്റുന്ന വെന്യൂ ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ടീം ജീവാനന്ദനെ നമ്മുടെ ഓർഗനൈസേഷന്റെ വിജയമായിട്ടാണ് നിങ്ങൾ ഇതിനെ കാരണമായിട്ടുള്ളത്. ഞാൻ കൂടുതൽ സമയം ഈ ഒരു മഞ്ചേരി ടൗണിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ മഞ്ചേരിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ആഷിഖ് മഞ്ചേരി, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സമയങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ ഇവിടെ ഓടി നടന്ന് കഷ്ടപ്പെട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട ആ ഒരു സന്ദർഭമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അന്ന് മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ വർക്കിന് പോണ സമയത്ത് ബൈക്കിലൊക്കെ പോയിട്ട് മഴ കൊണ്ട് നനഞ്ഞ ഡ്രസ്സൊക്കെ welcoming. Thank you so much. Thank you so much. Thanks sir. Hello മുകളിൽ. ഹലോ നെടുമ്പള്ളി വളരെ മനോഹരമായിട്ട് പരിചയപ്പെടുത്തി. എന്തുകൊണ്ടും ഈ ഒരു സദസ്സിൽ നിൽക്കുന്ന സമയത്ത് വളരെ എക്സൈറ്റഡ് ആണ്. ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു സദസ്സിൽ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ച കോളേജിൽ മുങ്ങിയ ആളാണ് ഞാൻ. ഹലോ, ഒരു സെമിനാർ എടുക്കാൻ പറഞ്ഞിട്ട് ഒരാഴ്ച മുങ്ങിയ ഇതേ ഞാൻ ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓൺലി വൺ ഓപ്പർച്യൂണിറ്റി മൈ ഡിയർ നിൽക്കാൻ എനിക്ക് ധൈര്യം തന്നിട്ടുണ്ടെങ്കിൽ ഓൺലി വൺ എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈ ബ്രാൻഡ് വിവ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പേര്
ബിസിനസ്സിലോട്ട് വരുന്നതിന് മുമ്പ് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, ജോലിയിലും ഇല്ല, ബിസിനസ്സിലും ഇല്ല, വേറെ ഒരു പരിപാടിയിലും ഇല്ല. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിന് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തീർക്കാനുള്ള ദിവസമാണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇന്ന് ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഡയമണ്ട് ആവാനുള്ള ആദ്യത്തെ എന്താ പറയാ ഉള്ളില് ഒരു തീപ്പൊരി കോരിയിടുന്ന ദിവസമായിരിക്കും ഇന്ന്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം ജീവിതത്തിൽ പല ആൾക്കാരും ഇപ്പോ ലീഡേഴ്സ് ഇല്യാസ് നേരത്തെ കാര്യം ഒന്ന് പറഞ്ഞു, അതായത് എന്റെ നാട്ടുകാരാണ് ഇല്യാസ്, നല്ലൊരു കൈ കൊടുക്കും. അതായത് ഇല്യാസ് വന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ ഫാബ്രിക്കേഷൻ മേഖലയിലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറയാൻ ഒരു മേഖലയില്ല, ഞാൻ അങ്ങനെ ഒരു പണി എടുത്തിട്ടില്ല. ജീവിതത്തിൽ ആകെ ഒരു ജോലി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എടുക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട്. ഹലോ, അതായത് കൂടുതലുള്ള ആൾക്കാരൊക്കെ പണിക്ക് പോകുന്നത് അങ്ങനെ എനിക്ക് പണിയെടുക്കാനൊരു പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു വർക്കിന് പോയത് ഒരു കാറ്ററിംഗ് വർക്കിനാണ്. വീട്ടില് അറിഞ്ഞാൽ എന്നെ സമ്മതിക്കില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഒരു കാറ്ററിംഗിന്റെ ജോലിക്ക് പോയി ആദ്യമായിട്ട് ജീവിതത്തിൽ. അതാണെങ്കിൽ ഒരു 9.5 കല്യാണം. അതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. ഹലോ, ചോറ് കൊടുത്ത് ലാസ്റ്റ് നമുക്ക് ചോറ് കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം, കാരണം അമ്മത്തെ കല്യാണം ജീവിതത്തിൽ അങ്ങനത്തെ ഒരു കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. അത് ഞാൻ ഇനി പണിക്ക് പോയതുകൊണ്ടാണ് അറിയില്ല, വലിയ രസമുള്ള പരിപാടിയില്ല, നല്ല നയിപ്പം. അപ്പൊ ഞാൻ അതോടുകൂടി ആ പരിപാടി നിർത്തി. ആ 500 റുപ്യാണ് എന്റെ ജീവിതത്തിൽ എന്റെ അഭിപ്രായത്തിൽ ജോലി എടുത്ത് കിട്ടിയിട്ടുള്ള ആ 500 എന്ന് പറഞ്ഞാൽ 500 പിന്നെ 500 കിട്ടി തുടങ്ങിയത് ഇൻഡസ്ട്രി വന്നതിന് ശേഷമാണ്. ഹലോ, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ആ 500 ഞാൻ ചെലവാക്കിയിട്ടില്ല. ഹലോ, ആ 500 ഞാൻ ചെലവാക്കിയില്ലായിരുന്നു. കാരണം ആദ്യമായിട്ട് കിട്ടിയ 500ന്റെ ടേസ്റ്റ് വേറെ ആണോ അല്ലേ? ഹലോ, കാരണം പണിയെടുത്തിട്ട് നയിച്ചുണ്ടാക്കിയിട്ട് കിട്ടിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കുറെ കാലം അത് ഞാൻ ചില്ലറാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഹലോ എണ്ണ പോകും. കാരണം എന്റെ പ്രായം അതാണ്. കാരണം എനിക്ക് വേറെ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ല. ആദ്യമായിട്ട് കിട്ടിയ 500 അങ്ങനെ കൊണ്ടു നടന്ന ആളാണ് ഞാൻ. ഇതാണ് എന്റെ ജോലി ചെയ്ത എക്സ്പീരിയൻസ്. പിന്നെ ഒരു 8 മണിക്ക് പോയത് ഇതേപോലെ രാത്രി വീട്ടിൽ നിന്ന് ആരും അറിയാതെ ഒരു സ്റ്റേജ് ഇടാൻ, നബിദിനത്തിന്റെ തലേന്ന് ഒരു സ്റ്റേജ് ഇടാൻ വേണ്ടി ഫ്രണ്ട്സിന്റെ കൂടെ നെട്ടും പോയിട്ടും തിരിക്കലാണ്, നമുക്ക് നടപടിയാണ്, കേസല്ല. ഹലോ, അത് നിർത്തി. ആ ഈ 2 ജോലിക്കാണ് ജീവിതത്തിൽ പോയത്. പിന്നെ ഈ ബിസിനസ്സിനോടാണ് ഞാൻ കണ്ടു വരുന്നത്. പലപ്പോഴും പല ആൾക്കാർക്ക് മനസ്സിൽ സംശയം ഉണ്ടാവും, ഇതൊക്കെ ആദ്യം ഒന്നുകൊണ്ടാണ് കഴിച്ചതായി. ഹലോ, അങ്ങനെ ആരെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പിടിച്ച് പീക്ക് തന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഇൻഡസ്ട്രി 2014 സ്റ്റാർട്ട് ചെയ്തത് ആണോ അല്ലേ? ഹലോ, 2014 ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മിഥുരാജ് നെടുമ്പള്ളി ജനിച്ചിട്ട് പോലില്ല ഇൻഡസ്ട്രിയിൽ. ഹലോ, ഇന്ന മാതിരി എനർജി 10. ഹലോ, എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവണോ? എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആവണോ? ഷോ സം എക്സൈറ്റ്മെന്റ്. ഹലോ, കാണുന്നത്. ഹലോ, ഈ സാധനം ഉണ്ടോ? എന്താ സാധനം? ഒറിജിനൽ ഡയമണ്ട് ആണ് ഈ പിന്നെ കുത്തിയത്. ഹലോ, ഒറിജിനൽ ഡയമണ്ട്. മിനിയാന്നാണ് പോയിട്ട് കമ്പനി പോയിട്ട് ഈ സാധനം കുത്തിയത്. ഒന്ന് എനിക്കും കുത്തിയത്, ഒന്ന് എന്റെ ഉമ്മക്കും കുത്തി കൊടുത്തു. ഹലോ, ഉമ്മക്ക് കുത്തി കൊടുത്ത സമയത്ത് ഉമ്മ വെച്ചിട്ട് ഒറിജിനലിന്റെ ആണോ അതിന് കമ്പനിന്റെ? ഹലോ, കമ്പനിന്റെ നമ്മുടെ സ്വന്തം നിഷാദ് സാർ പറഞ്ഞ കാര്യമില്ല, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊടുക്കാറില്ല. ഹലോ, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന ഒരു പയ്യൻ 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനില്ല. ഇൻഡസ്ട്രിയിൽ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ പിറവിയെടുത്ത സമയത്ത് മിഥുരാജ് നെടുമ്പള്ളി ഈ ബിസിനസിനെ കളത്തിൽ പോലും ഇല്ല. ഹലോ, 2016 ടീം ജീവൻ ആനന്ദ് സ്റ്റാർട്ട് ചെയ്യണം. അന്നും മിഥുരാജ് അറിഞ്ഞിട്ടില്ല. 2019 ജൂലൈയിലാണ് മിഥുരാജ് നെടുമ്പള്ളിയുടെ വരവ് ഇൻഡസ്ട്രിയിൽ. നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെ. ഹലോ, നിങ്ങൾ എങ്ങനെയാണോ വന്നത് അതുപോലെയാണ് ഞാൻ വരുന്നത്. ഒരു റമദാനാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ജോലി ചെയ്ത് പരിചയമില്ലാതെ, ഒരു ബിസിനസ് ചെയ്ത് പരിചയമില്ലാതെ ഈ സംരംഭത്തിലോട്ട് വന്ന സമയത്ത് ഈ സംരംഭം ഏറ്റെടുക്കാൻ തയ്യാറായുള്ള ഒറ്റ കാരണം കൊണ്ട് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജീവിതത്തിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷം നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റിയ എന്തെങ്കിലും ഒരു അവസരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഏതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പറയാം. 3 വർഷം കൊണ്ട് രക്ഷപ്പെടണം. ഹലോ, രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വാപ്പാനാണെങ്കിൽ വാപ്പാനെ നാട്ടിൽ കൊണ്ട് സെറ്റിൽ ആക്കണം. പണം, അതായത് പൈസ നോക്കാതെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റണം. എന്താണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നത് ആകാശത്തിന് മുകളിലാണെങ്കിൽ ചാടാൻ പറ്റണം. ഹലോ, പണം ചെലവാക്കാൻ പറ്റണം. അങ്ങനത്തെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി 3 വർഷം കൊണ്ട് ഐ ക്യാൻ ചലഞ്ച് യു. ഇതിലുള്ള എല്ലാവരും ഞാൻ ചലഞ്ച് ചെയ്യാണ്. 3 വർഷം കൊണ്ട് ഒരു ഇഷ്ടപ്പെട്ട രീതിയിൽ പണം നോക്കാതെ ചെലവാക്കാനോ ഒരു ഫൈനാൻഷ്യൽ കിരീടത്തിലൂടെ എത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ടാണ്. ഏതൊരു ഓപ്പർച്യൂണിറ്റി 3 വർഷം 52 years. അതായത് ആള് ഈ ലോഞ്ചിലൊക്കെ പോയിട്ട് അവിടെ വന്ന് ചാടിയ ആളാണ്. വീട്ടിൽ നിന്ന് ഉമ്മ എന്തോ ചൂടായപ്പോ ഉമ്മനോട് ദേഷ്യത്തിന് നാട് വിട്ടത് അന്നത്തെ കാലത്താണ്. ഹലോ, അന്നത്തെ കാലത്താണ്. അങ്ങനെ നാട് വിട്ട് വന്നൊരു വ്യക്തി. ഇദ്ദേഹം 52 വർഷമായി UAE. ദുബായ് മൊത്തം മാറുന്നത് മൂപ്പരെ കണ്ടുകൊണ്ട് കണ്ടു. മൂപ്പർ ഇപ്പോഴും മാറിയിട്ടില്ല. ഹലോ, മൂപ്പർ ഇപ്പോഴും ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. ഇതുപോലത്തെ 52 വർഷം കൊടുത്തിട്ട് ഒരാൾ രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ 10, 15, 30 വർഷം പല കമ്പനികൾക്കും കൊടുക്കാതെ അവനവന് വേണ്ടിയിട്ട് 3 വർഷം നിങ്ങൾ കൊടുക്കാൻ റെഡിയാണോ? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഹലോ, 3 വർഷം അവനവന് വേണ്ടിയിട്ട്
ഉണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 3 വർഷം മിദ്രാജ് നെടുമ്പള്ളി കൊടുത്തത് വെറുത്താണോ അല്ലേ? നിങ്ങൾ പറഞ്ഞോണ്ട് കൊടുത്തത് വെറുതായോ, നഷ്ടപ്പെട്ടോ, അതല്ലെങ്കിൽ ഞാൻ നേടിയോ, അതല്ലെങ്കിൽ അതി നേട്ടം നേടിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ നേടിയത് മാത്രമല്ല, നേടിക്കൊണ്ടിരിക്കുകയാണ്, ആണോ അല്ലേ? ഇനി എന്തായാലും നേടേണ്ടതെന്നാണ് എന്റെ ഏറ്റവും വലിയ ചോദ്യം. ഹലോ, 1 കോടി എത്തിയിട്ടുള്ളൂ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 4 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇൻഡസ്ട്രിയിൽ പ്രോഫിറ്റ് ആയിട്ട് നേടിയത് 1 കോടി രൂപക്ക് മുകളിലാണ്. 1 കോടി രൂപ കയ്യൊന്നും പോരാ. 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷം മാതിരിയാണ്. 100 ലക്ഷം. ഞാൻ ചോദിക്കട്ടെ, ഒരു 3 വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ലേഡീസ് ആണെങ്കിൽ ലേഡീസ്, ജെന്റ്സ് ആണെങ്കിൽ ജെന്റ്സ്, സ്വന്തമായിട്ട് ഒരു കാർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ്? ഹലോ, സ്വന്തമായിട്ട് ഒരു കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. സ്വന്തമായിട്ട് ഒരു കാർ, ബാക്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് സ്യൂട്ട് വെക്കുന്നുണ്ടല്ലേ? അതോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ സ്വന്തം വീട്ടിൽ ഉമ്മയും വാപ്പയാണെങ്കിൽ ഓരോ നോക്കി നിൽക്കും. ഓ, എന്റെ മോന്റെ ഒരു പവർ. ഹലോ, ഇത് വേറെ വൈബാണ്. കാരണം മനസ്സിലാവല്ലോ, ലേഡീസ് ആണെങ്കിൽ നാട്ടിലുള്ള വേറെ ലേഡീസ് ഒക്കെ വീട്ടിൽ നിങ്ങൾ സ്വന്തമായിട്ട് കാർ എടുത്തിട്ട് ഇറങ്ങണതിന്റെ ആ ഒരു പവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. വേറെ വൈബാണ്, ആണോ അല്ലേ? അതുപോലെ തന്നെ ഒരു 3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു 5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എഫക്ട് എങ്ങനെ ഉണ്ടാവും? ഹലോ, 5 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നടത്തൊക്കെ മാറും, ആണോ അല്ലേ? നിങ്ങളുടെ നടത്തം മാറും, നിങ്ങളുടെ ഷോൾഡർ ഒന്ന് വലുതാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ പൊറാട്ട ആണെങ്കിൽ 1 പൊറാട്ട ആയി. ഹലോ, ചിക്കൻ കറി എടുക്കോ, മീൻ കറി എടുക്കോ, അതല്ലെങ്കിൽ മട്ടൺ ചാപ്സ് എടുക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം പറയും? ഹലോ, ഗ്രേവി എന്തെങ്കിലും ആണോ അല്ലേ? ഹലോ, കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 പൊറാട്ട, മീൻ കറി വരച്ചെന്ന് പറയും, ആണോ അല്ലേ? ഹലോ, കയ്യിൽ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ബാങ്ക് ബാലൻസ് എടുക്കണമെങ്കിൽ മട്ടൺ ചാപ്സ് എന്താ ചെയ്യുന്നത് വരച്ചെന്ന് പറയും, ആണോ അല്ലേ? ഹലോ, ഇതിന് പറ്റിയ അവസരമാണ് മൈ ഡിയേഴ്സ് ഇൻഡസ്ട്രി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ഇത് വിശ്വസിച്ച് വന്ന ആളൊന്നുമല്ല. ഞാൻ നിങ്ങളെക്കാൾ ഒരു നെഗറ്റീവ് അല്ല ഈ സംരംഭത്തിലൂടെ വരുന്ന സമയത്ത്. എന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ പേയ്മെന്റ്, അന്ന് വേറ്റ് മിനിറ്റ് എന്നാണ് അതിന്റെ പേര്. ഞാൻ വന്ന സമയത്ത് എന്റെ കീഴിൽ ഞാൻ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ എന്റെ സ്പോൺസർ റമദാനിലാണ്. ഞാൻ പോയ സമയത്ത് റമദാനിൽ നിന്ന് ഫുൾ ഡാൻസ് പാട്ട് ജാഗം പോകാം. ഞാൻ മനസ്സിലാച്ചു എന്താ ഇവരൊക്കെ നാടിന്റെ ഒരു അവസ്ഥ. ഹലോ, ഞാൻ മനസ്സിലാവും. ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ സ്റ്റേജിൽ പോയി. ഹലോ, ഇതാണ് നമ്മള്. ഞാൻ പറയുന്നത് എനർജി എടുത്തിട്ട് ആകെ വേണ്ടത്. ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പയ്യനെ വിളിച്ചു. ഒരു പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ഹോൾ നമ്മളിന്ന് അടിച്ചു പൊളിച്ച് പന്തലിടും. ഹലോ, ഒരു സംശയമാണ്. ഞാൻ അന്ന് വരുന്ന സമയത്ത് അന്ന് ഒരു ബ്രാൻഡ് ന്യൂ പേൾ എക്സിക്യൂട്ടീവ് ആയിട്ട് സ്റ്റേജിലോട് വിളിച്ച വ്യക്തിയുണ്ട്, മിസ്റ്റർ മുഹമ്മദ് ഉനൈസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ചെറിയ ഒരു പയ്യൻ, ഒരു വെല്ലിട്ട് ഒരു പയ്യൻ നേരെ സ്റ്റേജിൽ കയറിയിട്ട് വന്നിട്ട് പേൾ എക്സിക്യൂട്ടീവിന്റെ സെലിബ്രേഷൻ നടക്കണം. എന്റെ കിളിക്കൂടി മൊത്തം പോയി. ഈ പയ്യനെ കൊണ്ട് പറ്റിയെങ്കിൽ ഞാൻ സ്പോൺസറോട് പറഞ്ഞു, ഹലോ, ഞാൻ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഇരുന്ന് പറഞ്ഞാണ്, ഈ പയ്യനെ കൊണ്ട് പറ്റുക അടുത്ത വർഷം മിദ്രാജ് നമുക്കും കയറാം. എന്റെ സ്പോൺസർ പേര് മിദ്രാജ. ഹലോ, ഞാൻ പറഞ്ഞു മിദ്രാജ് നമുക്കും കയറാം അടുത്ത പ്രാവശ്യം. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഡയമണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് എന്റെ മെന്ററിന്റെ ഒരു വരവുണ്ട്. ഹലോ, ഒരു 1.5 വരവ്. ഇന്ന് ആ വരവ് കഴിയാതെ ഒരു കുട്ടി വന്ന് പോകരുത്. അന്ന് പേളാണെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രിയിലെ എക്സിക്യൂട്ടീവ് മിസ്റ്റർ മുഹമ്മദ് ഉനൈസ് വരും. ഞാൻ അന്ന് കാണുന്ന 7 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ, ഹലോ, ഞാൻ അന്ന് കാണുന്നത് 7.5 ലാക്സ് ആണെന്നുണ്ടെങ്കിൽ ഇന്നാണ് വരുന്നത് 2 കോടി രൂപ ഇൻഡസ്ട്രിയുടെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ്. സോ മൈ ഡിയേഴ്സ്, എന്ത് അവസരമുണ്ട് 3 വർഷം കൊണ്ട് ലൈഫ് മൊത്തത്തിൽ മാറ്റാൻ. എന്റെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കുന്നത് 30 വർഷം പ്രവാസ ജീവിതത്തിലാണ് എന്റെ ഉപ്പ. ആ ഉപ്പനെ നാട്ടിൽ കൊണ്ട് സെറ്റിലാക്കി. ഹലോ, ഇന്ന് എന്റെ വീട് പണി നടക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചു, എന്റെ വയസ്സ് 24 വയസ്സാണ്. 24 ഇയേഴ്സ്. 3 വർഷം അവനവന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ മാറ്റം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്തുകൂടെ? എവിടെയാണ് നിങ്ങൾ? ഹലോ, ഒരു 3 ഇയേഴ്സ് അവനവന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, തഞ്ചേടം കാണിക്കുകയാണെങ്കിൽ, നട്ടല് കാണിക്കുകയാണെങ്കിൽ, ആൾക്കാർ പലതും പറയും, ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ കുറ്റം പറയും, എന്തുവാണ് പറഞ്ഞോട്ടെ. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഒരു വാപ്പി ഉണ്ടാവില്ല, ആണോ അല്ലേ? ഹലോ, ഒരു വാപ്പി ഉണ്ടാവില്ല. നമ്മൾ രക്ഷപ്പെട്ടാലേ ആൾക്കാരുണ്ടാവുള്ളൂ. ഹലോ, രക്ഷപ്പെടാൻ റെഡിയാണോ? ദൈവമായിട്ട് നിങ്ങളെ കയ്യിൽപ്പെടുന്ന അവസരമാണ്. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ബിസിനസ്സിൽ ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ. കാരണം എവിടെയോ ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ചാൽ മിദ്രാജിന്റെ കമ്പനി മിനിയാന്ന് കമ്പനി കൊണ്ടുപോയ ഒരു രംഗം കണ്ടിട്ട് പൊന്നു മക്കളെ താങ്ങാൻ മുടിയാതെ. അതായത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സ്വപ്നങ്ങൾ ഉണ്ടാക്കി തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ വെള്ളം ഇറങ്ങിയ സമയത്ത് ഞാൻ തലേന്ന് പോയിട്ടുണ്ട്. എനിക്ക് പിന്നെ ഭ്രാന്തായിട്ട് തലേന്ന് പോയി. ഹലോ, ഞാൻ പോയ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കമ്പനിയുടെ അൻസാസറുടെ മേഴ്സീസ് കമ്പനി പറഞ്ഞായിരുന്നു. ഹലോ, അടിക്കണം, നന്നായിട്ട് അടിക്കണം. ഹലോ, കമ്പനിക്ക് വേണ്ടി അടിക്കണം. എന്റെ ഉമ്മാനെ ആദ്യം ഡ്രൈവർ ഒന്ന് തുറന്നു കൊടുക്കും. ഹലോ, ഞാൻ തുറന്നു കൊടുക്കല്ല, ഉമ്മാക്ക് വേണ്ടി തുറന്നു കൊടുക്കും. ഉമ്മാനെ ആദ്യം കയറ്റും, പിന്നെ ഞാൻ കയറും. പിന്നെ കമ്പനി കൊണ്ടുപോകണം നമ്മൾ കമ്പനിയിലോട്ട്. ഹലോ, ഒരു 1.5 കൊണ്ടുപോകും. ഹലോ,
കമ്പനി കൊണ്ടുപോയി നമ്മുടെ കമ്പനിയിൽ നമ്മളവിടെ ഇറങ്ങുന്ന സമയത്ത് ഓരോ കമ്പനിയുടെ സ്റ്റാഫ്സ് വന്ന് ഇറങ്ങിയിട്ട് നമ്മളെ സ്വീകരിച്ച് അതിന്റെ ഉള്ളിലോട്ട് കയറ്റും. ഹലോ, ഇതിന്റെ ഉള്ളിലോട്ട് എവിടെ? കടപ്പറമ്പ്. ഹലോ, നെടുമ്പള്ളി തറവാടിൽ ജനിച്ച് മിരാജിന്റെ കമ്പനി കൊണ്ടുപോയത് ഈ രംഗാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിബിൾ ഡയമണ്ട് എന്നാണെന്നത് നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ ഡയമണ്ട് ഷിപ്പിന് വേണ്ടി വെക്കണം. റെഡിയാണോ നിങ്ങൾ? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സുന്ദരന്മാരെയാണ്. ഈ സൈഡിലേക്ക് നിങ്ങൾ വരും. ഹലോ, നിറഞ്ഞ കൈയടിയോടുകൂടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഈ ഒരു കമ്പനിയിൽ നിന്ന് വെറും 6 ആഴ്ച കൊണ്ട് 45,000 രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി കമ്പനിയുടെ ആദ്യത്തെ ചെറിയ കാര്യമല്ല. ആർക്കും ആരംഭത്തോടുകൂടി ഇവരെ ആദരിക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് 1 കോടി കമ്പനി ഫ്രീ ആയിട്ട് പോവും. പല ആൾക്കാരും കായലിലേക്ക് പോകും. ചെറിയ ചെറിയ ലോഡ്ജിലൊക്കെ നിന്ന് ചെറിയ പരിപാടി. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. 5 സ്റ്റാർ ഫെസിലിറ്റിയിൽ നമ്പർ 1 കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കായൽ ട്രിപ്പ് അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡർ. ഒരുപാട് അച്ചീവേഴ്സ് ഉണ്ട്. ഒരുപാട് അച്ചീവേഴ്സ് വരാനുണ്ട്. എന്റെ സംശയം എന്താണ് സപ്പോസ് സർ? ഹലോ, എന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ജീവാനത്തിന് ഒരു ഫ്ലൈറ്റ് വാങ്ങേണ്ടി വരും. അത്രയും 2 days ആയി തായ്ലൻഡ് അച്ചീവേഴ്സിനെയാണ് ടീം ജീവാൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും 2 days അച്ചീവ്മെന്റ് പെട്ടെന്ന് വരാം. കൺഗ്രാറ്റുലേഷൻസ്. ചില ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചത് ഈ വരുന്ന തായ്ലൻഡിലേക്ക് പോകുന്ന എല്ലാ വ്യക്തികളെയും, അതിൽ ചാർഫയർ ചൂർദിതാഴ്ച വരുന്ന വ്യക്തികൾ പെടും, റൂബീസ് പെടും, ഫോർസ് പെടും. ഈ വരുന്ന ഫെബ്രുവരി മാസം തായ്ലൻഡിലേക്ക് പോകുന്ന എല്ലാ വ്യക്തികളെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇനി വരാൻ എല്ലാ ആളുകൾ പെട്ടെന്ന് സെറ്റിലേക്ക് വരാം. ലെറ്റ്സ് ടേക്ക് എ പിക്ചർ. ഏകദേശം ഒരു 25 lakh rupees പൊട്ടി ആ കടം കയറി അറൗണ്ട് ഒരു 90 lakh അബോവ് കടത്തിലേക്ക് വന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അലി സാർ എന്നോട് ഓപ്പർച്യൂണിറ്റി പറയുന്നത്. അദ്ദേഹത്തിന് വിശ്വസിച്ചു, വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു. ഇന്ന് മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രഡീഷണൽ ബിസിനസ്സിൽ എന്തുകൊണ്ട് ഞാൻ ട്രഡീഷണൽ ബിസിനസ്സിൽ പൊട്ടി, അതുപോലെ തന്നെ ഇവിടെ വിജയിച്ചു എന്നുള്ള ഒരു ചെറിയ മെസ്സേജ് ആണ് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ ഈ ഒരു ടോക്കിലൂടെ സംസാരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ട്രഡീഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു ബിസിനസ് മേഖലയാണെങ്കിലും, ഈവൻ ഒരു ജ്വല്ലറി ആണെങ്കിലും, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ തുടങ്ങി കഴിഞ്ഞാൽ പോലും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ തുടങ്ങി നിങ്ങളുടെ ബ്രദർ നേരെ ഓപ്പോസിറ്റ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രഡീഷണൽ ബിസിനസ് കിട്ടാത്തൊരു ബ്യൂട്ടിയാണ്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ടീം അല്ലെങ്കിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ നിങ്ങൾ കണ്ടിട്ട് വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ബ്യൂട്ടി. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രഡീഷണൽ ബിസിനസ് പൊട്ടിയാണ് ഈ ഒരു ബിസിനസ്സിലൂടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കേട്ട് നിൽക്കാൻ തയ്യാറായപ്പോ ഇന്ന് ടോട്ടൽ ഇൻകം 1,95,00,000 രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ നിങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിൽ എന്റെ ട്രഡീഷണൽ ബിസിനസ്സിൽ എല്ലാം ടോപ്പായ സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ അമ്മയാണ്. എന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ഒരു 12 മാസമായിട്ട് എവറി മന്ത് 50,000 രൂപ കോപ്പറേഷൻ ബോണസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ഒരുപാട് ആളുകൾ ഇന്ത്യ ഒരു പ്രോഗ്രാം കേൾക്കുന്ന അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ട് ചെയ്ത വീഡിയോസ് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കോളേജിൽ ഞാൻ പട്ടാമ്പി സംസ്കൃത കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പട്ടാമ്പി സംസ്കൃത കോളേജ് പ്രൊഫസർ എന്നോട് ചോദ്യം ചോദിക്കും, ഞാൻ എന്തൊക്കെയോ പറയും, അദ്ദേഹത്തിന് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷന്റെ സപ്പോർട്ടിംഗ് സിസ്റ്റം ഒറ്റൊന്നുകൊണ്ടാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെല്ലാവരും പറയും, ഒരു എക്സാമ്പിൾ പറയാം. ഇവിടുന്ന് നമ്മളൊക്കെ എല്ലാവർക്കും പറയാം, നമ്മൾ ഏതെങ്കിലും ഹോട്ടലൊക്കെ റൂം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ മോർണിംഗിൽ പോകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും, നമുക്ക് ID കാർഡ് എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നമുക്ക് റൂം അലോട്ട് ചെയ്യും. ഈവൻ നിങ്ങളുടെ ഫ്രണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും ഈ ഒരു ID കാർഡ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് റൂം അലോട്ട്
ചെയ്യുന്നുണ്ടാവും. പക്ഷെ മോർണിംഗിൽ ചെയ്ത ആളാവില്ല നിങ്ങളുടെ നൈറ്റിലോ ഈവനിങ്ങിലോ റൂം എടുക്കുന്നുണ്ടാവുക. പക്ഷെ ഓട്ടോമാറ്റിക്കലി ആ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടാവും. ഇവിടെയും ഇതുപോലെ തന്നെയാണ്. ഇവിടെ നിന്ന് കാലിക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് നമ്മുടെ ടീം ജീവനാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിലൂടെ പോയി ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. അതായത് സിസ്റ്റം ഹാസ് നോ ഫെയിലിയർ. സിസ്റ്റത്തിന് ഫെയിലിയർ ഇല്ല, ഓൺലി സക്സസ്. ഒന്നുകിൽ മാറി നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു സിസ്റ്റത്തിലൂടെ വന്ന് വിജയിക്കുക എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾ എന്റെ ഒറ്റ എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മുടെ ലീഡേഴ്സ് നമ്മളെ നിർബന്ധിച്ചിട്ടാണ് ഒരുപാട് ആളുകളെ ഈ ഹോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ശരിയാണോ അല്ലേ? ഹലോ, ആണോ? നിർബന്ധിച്ച് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. നിങ്ങളോട് റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം ജീവനാനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു സിസ്റ്റമാണ്. അത് നമ്മളെ ബാക്കൗണ്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ അതിന്റെ കൂടെ ഇങ്ങനെ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. മറ്റേ എക്സാമ്പിൾ പറയാം, എന്റെ ഒരു അനുഭവതയാണ്. ഒരു ദിവസം ഞാൻ ഒരു അപ്സര എന്ന് പറയുന്ന കോഴിക്കോട് തിയേറ്ററിൽ ഫിലിം കാണാൻ വേണ്ടി പോവാണ്. ഫിലിം കാണാൻ പോയപ്പോൾ ദശാന്തരം എന്ന ഫിലിം കാണാൻ വേണ്ടി പോവാണ്. ഞാൻ എന്റെ ഫ്രണ്ട് വിജു ഉണ്ട്. അപ്പൊ ഇദ്ദേഹം കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് തിരൂര് നോക്കിയപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനോട് പറഞ്ഞു കാലിക്കറ്റ് പോയി കാണാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ പോകുന്നു. കോളേജ് കട്ട് ചെയ്തിട്ട് എന്റെ ഒരു ബുക്കും ഒരു കൊടയും കയ്യിലുണ്ട്. എന്റെ ഫ്രണ്ടിനെ കൂട്ടി പോവാണ്. അങ്ങനെ അപ്സര തിയേറ്ററിന്റെ ഫ്രണ്ടിൽ അറിയാൻ നമുക്കറിയാം ഒരു ചെറിയ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അന്നൊക്കെ അങ്ങനെ അവിടെ AC സെറ്റപ്പ് ഒന്നുമില്ല, ടിക്കറ്റ് എടുക്കൽ പരിപാടികളൊന്നുമില്ല. നമ്മൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പിൽ പുറത്ത് നിൽക്കുന്നു. അപ്പൊ നല്ല തിരക്കാണ്. അപ്പൊ ഞാൻ ബിജുനോട് പറഞ്ഞു, അത് കാണാൻ സാധ്യത വളരെ കുറവാണ്, കാരണം അത്രയും തിരക്കാണ്. ബിജുനോട് പറഞ്ഞു, നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇനിയും കാണാതെ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങൾ എല്ലാവരും കൂടി ടിക്കറ്റ് കയറാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അതിനുള്ളിൽ കയറി. ലാസ്റ്റ് ഒരുത്തന്റെ കൈ എന്റെ കഴുത്തിലായി. ലാസ്റ്റ് ഇങ്ങനെയായി. അപ്പൊ ആകെ കുടുങ്ങി. ഞാൻ എന്റെ മരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ മുന്നിൽ കാണുകയാണ് ഈ സംഭവം. കഴുത്ത് കുടുങ്ങി. ഒരു 100 ആളുകളോളം ഇങ്ങോട്ടേക്ക് ഉന്തുന്നു. നമ്മൾ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് ഉന്തുകയാണ്, ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി ബാക്കോട്ട് ഉന്തിയിട്ട് കാര്യമില്ല, എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഉന്തുകയാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഉന്തി കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറാൻ പറ്റും മനസ്സിലായി. ഞാനും അതിനുള്ളിലേക്ക് എന്ത് ചെയ്തു, എല്ലാവരും കൂടി ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കലി ആ ദ്വാരത്തിനുള്ളിൽ കൂടെ കയറിപ്പോയി. സീരിയസ്ലി ഉണ്ടായ കഥയാണ്. എന്റെ ബുക്കും ആ ഒരു കൊടയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ മുകളിലേക്ക് ആ ഒരു ദ്വാരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ 2 സാധനം എന്റെ കയ്യിലേക്ക് വന്നു. അത് നെറ്റിക്ക് പോലും പോയിട്ടില്ല. പിന്നീട് നമ്മൾ ആ ദ്വാരത്തിൽ കൂടെ കടന്നു പോയി AC-യിൽ കൂളായിട്ട് ഇരുന്നിട്ട് നമ്മൾ ഫിലിം കാണുകയാണ്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഒരുപാട് ആളുകൾ ബാക്കോട്ട് ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ടാവും. നിങ്ങൾ ഒന്നിട്ട് കാര്യമില്ല. നമ്മുടെ ടീം ജീവനാനന്ദ് ഓർഗനൈസേഷൻ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്നിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അതിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പെയിൻ നിങ്ങൾ സഹിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എല്ലാവർക്കും വേണ്ടി കഴിയാൻ വന്നിട്ടുണ്ടോ? വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. സീ യു അറ്റ് ദി ടോപ്പ്. Thank you all. Thank you so much. കയ്യടി സ്റ്റോപ്പ് ആകരുത്. നാളെ നിങ്ങൾ ഓരോരുത്തരും ഈ വേദിയിലേക്ക് കയറി വരേണ്ട ആളുകളാണ്. ആ ഒരു നിങ്ങൾ നാളെ എങ്ങനെയാണോ ഒരു സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ ഓഡിയൻസ് കൈ എടുക്കേണ്ടത് ആ രീതിയിലായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ഇവർക്ക് കയ്യടി കൊടുക്കേണ്ടത്. ഹലോ 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 LLC കോളേജ് ഹലോ ഒരുപാട് സീറ്റ് ഉണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് മേലെ പോകണമെങ്കിൽ മേലെ പോകാം. മുകളിലേക്ക് പോകാം. BSc member Mr. Rajesh Kumar sir ആണ്. Thank you very much. അതുപോലെ തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത്, നമ്മൾ എപ്പോ ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോഴും ബിസിനസ് ആണ്, നമുക്ക് പ്രതിസന്ധികൾ വരാം. പ്രതിസന്ധികളൊക്കെ പെടുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് ഞാനുണ്ട് കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ട് ഇരുന്നോ എന്ന് പറഞ്ഞ് നമ്മൾക്ക് വഴി കാട്ടി നേർരേഖ കാണിച്ചു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ കപ്പിത്താൻ, ഈ ഒരു ഓർഗനൈസേഷന് അതേപോലെ തന്നെ ഈ ഒരു എന്തൊരു പാൻഡമിക് എന്തൊരു സംഭവം വരുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് ഓരോ മാർഗനിർദ്ദേശങ്ങളും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം സ്വന്തം ജീവനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ജീവൻ സാർ. ബിസിനസ് എല്ലാം പൊട്ടി എല്ലാം തകർന്നു നിൽക്കുന്ന സമയത്ത് ആർക്കും വേണ്ടാത്തൊരവസ്ഥയായിരുന്നു. വീട്ടുകാർക്ക് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വൈഫ് ഇല്ലാത്തതുകൊണ്ട് പറയാം, വൈഫ് ഹൗസിലും വേണ്ടായിരുന്നു. അയച്ചു വന്നിട്ടില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഈ ഒരു ബിസിനസ്സിൽ പിച്ച വെച്ച് നടന്നു. രാജേഷ് കുമാർ സാറിന്റെയും മുഹമ്മദ് അലി സാറിന്റെയും ജീവൻ സാറിന്റെയും കൈ പിടിച്ച് മുന്നോട്ട് വന്നു.
ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുമാനമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെയധികം സന്തോഷം. മൈസൂർ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. 34 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത്. ഒരു 2 വർഷം കൊണ്ട് തീരുമാനമായി. അവിടേക്കുള്ള എല്ലാ സാധനങ്ങളും ഒരു ഫാമിലിയിലേക്ക് വേറെ ഒരു ഷോപ്പിലേക്ക് മാറ്റി. അവിടെ നിന്ന് ഒരു 15 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുമ്പും അങ്ങോട്ട് രാജു സാർ പറയും എങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബിസിനസ് നടക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അവിടെ നിന്ന് ഒരു 15 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് വലിയൊരു കാര്യമാണ് ആ സമയത്ത്. അദ്ദേഹം പറഞ്ഞു എത്ര കിട്ടാനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 15 ലക്ഷം രൂപ കിട്ടാനുണ്ട്. എത്ര കാലം കൊണ്ട് കിട്ടും? ഞാൻ പറഞ്ഞു 1-2 വർഷം എടുക്കും ചിലപ്പോൾ. അതിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും. ആ ഒരു 2 വർഷം കൊണ്ട് എന്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിള് നിനക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അതിന്റെ ഡബിള് വാങ്ങി ഞാൻ ആ ഒരു സമയം കൊണ്ട്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ വരുമാനം നല്ലോണം കിട്ടുന്നുണ്ട്. ഇല്ല, ഒരു 500 റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ 50-54 ലക്ഷം രൂപ 54,000 രൂപ വരുമാനം ഇപ്പൊ കിട്ടുന്നുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾക്ക് സ്റ്റാർ 500 ആവുന്ന സമയത്ത് ആകെ 7,500 കിട്ടുക. അതിൽ നിന്ന് സ്റ്റാർ 250 RTPക്ക് 2,500 കൊടുക്കും, 3,500 കൊടുക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പല പല സ്ട്രൈക്കിങ്ങിലൂടെയാണ് ഈ ഒരു ബിസിനസ്സിൽ ഞങ്ങൾ മുന്നോട്ട് പോയത്. എന്താ അറിയില്ല, ബ്ലാങ്ക് ആണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത ഒരൊറ്റ കാരണമുണ്ട്. ഞാൻ കാരണം എന്റെ ഈ ഒരു ഓർഗനൈസേഷനിൽ തന്നെ 4 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ വരുമാനം വാങ്ങുക എന്നുള്ളതല്ല. ഞാൻ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിരുന്ന സമയത്ത് എനിക്ക് ഒരു 13 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റിയിരുന്നു. പക്ഷെ അവരെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ശമ്പളമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വന്നപ്പോ ഒരുപാട് പേര് 10 ലക്ഷവും 20 ലക്ഷവും 40-50 1 ലക്ഷം 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ 1 കോടി രൂപ വാങ്ങിയത് ഒരു 6 വർഷം കൊണ്ടാണ്. ഞാനൊരു 30,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി എനിക്ക് കിട്ടി. ഞാൻ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 30 വർഷം ചെയ്താലേ എനിക്ക് 1 കോടി രൂപ വരുമാനം വാങ്ങാൻ കഴിയുള്ളൂ. ഹലോ, നിങ്ങളെല്ലാവരും ധരിച്ച് ഞാനും